ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 18:19. ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 18-ാം സങ്കീർത്തനം 19-ാം തിരുവചനത്തിൽ ഒരു ഭക്തൻ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാരണങ്ങൾ വിവരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം ഒരു ഭക്തൻ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാരണങ്ങളിൽ 2 കാര്യങ്ങൾ ധ്യാനിച്ചിരുന്നു. ഇന്നതിൻ്റെ തുടർമാനമായി ചില കാര്യങ്ങൾ കൂടി പ്രാർത്ഥനയോടെ ധ്യാനിക്കുക. ഈ 18-ാം സങ്കീർത്തനം എഴുതിയ ഭക്തൻ മറ്റാരുമല്ല, ദാവീദാണ്. ദാവീദ് അനവധി തവണ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ, രുചിച്ചറിഞ്ഞ ദൈവപ്രവൃത്തികൾ ദൈവിക അനുഗ്രഹമായി, ആശീർവാദമായി, വിടുതലായി പ്രാപിച്ച ഒരു ഭക്തനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുവാൻ ദാവീദിന് അനവധി കാരണങ്ങളുണ്ട്. അതിൽ ചിലതാണ് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത്. അതിൻ്റെ തുടർമാനമായി ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ഈ ഭക്തനായ ദാവീദ് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാരണമായി പറയുന്നത് ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതിനർത്ഥം ദാവീദിൻ്റെ മനസ്സിൽ താൻ ആട്ടിടയനായി കാട്ടിൽ ആടുകളോടുകൂടെ ആയിരുന്നപ്പോഴുള്ള ആ ഒരു സ്മരണയാണ് അദ്ദേഹം ഓർക്കുന്നത്. ഇശായിയുടെ 8 മക്കളിൽ ഇളയവനായി ജനിച്ച ഈ ദാവീദ് തൻ്റെ സഹോദരങ്ങൾ പട്ടാളത്തിൽ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ ഈ ഇളയവനായ ദാവീദിന് ഇശായി എന്ന തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള ജോലിയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ തന്നെ ഏൽപ്പിച്ച ജോലിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം ദാവീദിനെ ആട്ടിടയനെന്ന ആ ജോലിയിൽ നിന്ന് ഇസ്രായേൽ ദേശത്ത് 2 പ്രവിശ്യകളിലായി 40 സംവത്സരം രാജാവായി ഭരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് ദാവീദ് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. എത്ര വലിയ അന്തരമാണ് ഈ 2 പദവികൾക്ക് മധ്യമുള്ളത്. ആദ്യം ആട്ടിടയനായി ഉപജീവനമാർഗം തേടിയവൻ, ദൈവം അവനെ ഇസ്രായേലിലും യഹൂദിയയിലും ഇങ്ങനെ 2 പ്രദേശങ്ങളിലായി 40 സംവത്സരം രാജാവായി വാഴിച്ചു. അതെ, ദാവീദ് എന്ന ഈ ഭക്തനെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒരു ഞെരുക്കത്തിൻ്റെ, ഇടുക്കത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വളരെ വിശാലമായ ഒരു അനുഭവത്തിലേക്ക്. ഈ വാക്യത്തിൽ തന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്നെ ദൈവം വിടുവിച്ചു എന്നാണ്. അതിന് കാരണമായി അദ്ദേഹം തന്നെ പറയുന്നത് ദൈവത്തിന് ദാവീദിൽ പ്രസാദമുണ്ടായി എന്നാണ്. ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യരെ ദൈവം സകല കഷ്ടതയിൽ നിന്നും, അഥവാ എല്ലാ
പരീക്ഷകളിൽ നിന്നും വിടുവിക്കും എന്നുള്ളതാണ്. തുടർന്ന് നാം 18-ാം സങ്കീർത്തനം 32-ാം തിരുവചനം വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു കാരണം കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ശക്തിയില്ലാതെ ബലഹീനനായി തീർന്നപ്പോൾ എന്നെ ശക്തി കൊണ്ട് നിറച്ചു, എൻ്റെ വഴികളിലെ കുറവ് തീർത്തു. എൻ്റെ വഴികളിൽ എന്തെല്ലാം കുറവുകളുണ്ടായിരുന്നു, ആ കുറവുകളെല്ലാം ദൈവം പരിഹരിച്ചു എന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ആമേൻ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്.